ദൈവത്തിൻ്റെ ത്രിയേക നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം 1 ദിനവൃത്താന്തം 27 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്തം 28 അധ്യായം 10 വാക്യം. ആകയാൽ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക. ദാവീദ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തെയും ശലോമോൻ രാജാവിൻ്റെ അഭിഷേകത്തിനായുള്ള ഒരുക്കങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ വായന ഭാഗത്ത് നാം കാണുന്നത്. ഇവിടെ ദാവീദ് ഇസ്രായേലിൻ്റെ സകല പ്രഭുക്കന്മാരെയും സഹസ്ര അധിപന്മാരെയും ശതാധിപന്മാരെയും സകലത്തിനും മേൽ വിചാരകരായ ഷണ്ഡന്മാരെയും വീരന്മാരെയും പരാക്രമശാലികളെയും യെരൂശലേമിൽ കൂട്ടിവരുത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ മധ്യേ എഴുന്നേറ്റ് നിന്ന് തൻ്റെ മകനായ ശലോമോന് തക്കതായ ഉപദേശം നൽകുന്നതായും നാം കാണുന്നു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ദൈവാലയ നിർമ്മാണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അതിലേക്കായി ആദ്യം ദാവീദ് തൻ്റെ മകനെ പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത്. ദൈവാലയം പണിയുക എന്നത് ദാവീദിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ അത് പണിയുവാനുള്ള നിയോഗം ദൈവം നൽകിയത് ശലോമോനായിരുന്നു. അതിന് ദാവീദ് തൻ്റെ മകനെ ദൈവാശ്രയത്തിൽ ഉറപ്പിക്കുന്നതാണ് നാം ഇന്നത്തെ പാഠഭാഗമായ 28 അധ്യായത്തിൽ കാണുന്നത്. അവിടെ പറയുന്നത്, നീ നിന്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ ആ ദൈവത്തെ സേവിക്കുകയും ചെയ്യണമെന്ന്. മാത്രമല്ല, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നീ യഹോവയെ അന്വേഷിക്കുന്നുവെങ്കിൽ യഹോവയെ കണ്ടെത്തും. ആ യഹോവയെ നീ ഉപേക്ഷിച്ചു കളഞ്ഞുവെങ്കിലോ ആ യഹോവ നിന്നെയും എന്നേക്കും തള്ളിക്കളയും എന്നാണ് അവിടെ ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറയുന്നത്. പ്ലാനും പദ്ധതികളും എല്ലാം മനുഷ്യൻ്റേതായിരുന്നാലും അവിടെ വിജയം നൽകുന്നത് ദൈവമാണ്. അത് മനസ്സിലാക്കി ദൈവം എന്നെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ വ്യക്തതയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്കും ഒരുങ്ങാം. രണ്ടാമതായിട്ട് ദൈവാലയ നിർമ്മാണത്തിന് സന്തോഷത്തോടെ ദാനം ചെയ്യുന്നു. ഇവിടെ ദാവീദും പ്രഭുക്കന്മാരും ഉദാരമായി സംഭാവനകൾ നൽകുന്നതായിട്ട് നാം കാണുന്നു. ഇവിടെ ദാവീദ് രാജാവ് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ എന്നാണ് ഇവിടെ ദാവീദ് പറയുന്നത്. നിർബന്ധം കൊണ്ടല്ല, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹനിമിത്തം സന്തോഷത്തോടെ ദാനം ചെയ്യുന്നതായാണ് നാം കാണുന്നത്. നാം നൽകുന്നതിൻ്റെ വലിപ്പമല്ല, പിന്നെയോ നാം നൽകുന്ന മനോഭാവത്തിനാണ് പ്രധാനം. ദാനം എന്നത് ദൈവത്തോടുള്ള നന്ദി സൂചകമായി സ്വമനസ്സോടെ നാം ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ദാനം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ദേവാലയങ്ങൾക്കായി നാം അധ്വാനിക്കുന്നതും നാം സംഭാവനകൾ നൽകുന്നതും കണ്ട് വളർന്നു വരട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദാവീദ് രാജാവ് ദൈവാലയ നിർമ്മാണത്തിനായുള്ള ഒരുക്കങ്ങൾ നടത്തിയതുപോലെ, ദൈവാലയ നിർമ്മാണത്തിന് സന്തോഷത്തോടെ ദാനം ചെയ്തതുപോലെ, തൻ്റെ മകനെ ആ ശുശ്രൂഷകൾക്കായി സജ്ജമാക്കിയതുപോലെ പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഞങ്ങളെയും ഇടയാക്കണമേ. ആമേൻ.